ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളെ ഡിസ്കസ് ചെയ്യുന്നത് 2024 നടന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ. ഓക്കെ, നിങ്ങൾക്കറിയാം +2 ലെവൽ ഒരു കേരള PSCയുടെ എക്സാമാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ. സോ അതിനു വേണ്ടി നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഫൈനൽ ആൻസർക്ക് വെച്ചിട്ടാണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ താഴെയുള്ള ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ടെലഗ്രാമിൽ ജോയിൻ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുക, എത്രത്തോളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വന്നിട്ടുണ്ടെന്നുള്ള ജസ്റ്റ് എന്ത് ചെയ്യാം, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഗറില്ല സമരം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ ഉദ്ഗരണം പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട്. ആദ്യം ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം പ്രീവിയസ് ആണ്. ലോകാരോഗ്യ സംഘടന ആസ്ഥാനം ചോദിച്ചിട്ടുണ്ട്. ഗാന്ധിജി നയിച്ച സമരങ്ങൾ, ഈ 4 എണ്ണവും മുമ്പ് ചോദിച്ചിട്ടാണ്. ഓക്കെ, ഇത് 2023 150-ാം ജന്മവാർഷികം, ഇത് കുറച്ചൊരു റയർ ക്വസ്റ്റ്യൻ ആണ്. ഇത് മുന്നേ അത്രത്തോളം ചോദിച്ചു കണ്ടില്ല. ആ വ്യക്തിയെ ചോദിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ്, അത് കുറച്ച് റയറാണ്. പിന്നെ ഉള്ളത് 7ാമത്തേത് ഭൂവൽക്കമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില സ്റ്റേറ്റ്മെൻറ്റുകൾ മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ 8ാമത്തതും അത്രത്തോളം മുമ്പ് അധികം കണ്ടിട്ടില്ല. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈ ഒരു രീതിയിൽ കണ്ടിട്ടില്ല. പിന്നെ 9ാമത്തെ ക്വസ്റ്റ്യനും ഡെൽറ്റ, ഇത് ചോദിച്ചതാണ്, മുമ്പ് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. 10 എൽനിനോ, ഇത് ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. സോ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്തായാലും ഇതുവരെ ഈ ചോദിച്ചതിൽ ഏകദേശം ഒരു 6-7 ക്വസ്റ്റ്യൻസോളം എന്താണ് പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, എന്തായാലും നമുക്ക് അതിൻ്റെ ആൻസേഴ്സ് ഒക്കെ ഒന്ന് നോക്കാം. 1ാമത്തെ ക്വസ്റ്റ്യൻ എന്താ, ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല സമരം നടത്തിയ നേതാവ് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇത് ഞാൻ പറയാറുണ്ട്, പ്രത്യേകിച്ച് നമുക്ക് ഗറില്ല എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ എന്താണ്, ഒരു തൊപ്പിയൊക്കെ വെച്ച് എന്താണ് ഒരു തോക്കൊക്കെ താങ്ങിയിരിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചാൽ തന്നെ താന്തിയ തോപ്പി ഗറില്ല യുദ്ധമുറ എന്നുള്ളത് അവിടെ കിട്ടും കേട്ടോ. ഇത് പ്രീവിയസ് ആയിട്ട് ഒത്തിരിയോ പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഗറില്ല യുദ്ധമുറ 1ാം സ്വാതന്ത്ര്യ സമരത്തിൽ താന്തിയ തോപ്പിയാണ്. ഇനി താന്തിയ തോപ്പി ആരാണെന്ന് ചോദിച്ചാലല്ലേ, ആ ടൈമിലുണ്ടായിരുന്ന നാനാ സാഹിബിൻ്റെ സൈനിക മേധാവിയായിരുന്നു ആര്, താന്തിയ തോപ്പി. നാനാ സാഹിബിൻ്റെ സൈനിക മേധാവിയായിരുന്നു. താന്തിയ തോപ്പിയുടെ തന്നെ ശരിക്കുള്ള നാമം മുമ്പ് ചോദിച്ചിട്ടുണ്ട്, രാമചന്ദ്ര പാണ്ഡുരംഗ് എന്നാണ് എന്ത് താന്തിയ തോപ്പിയുടെ റിയൽ നെയിം. ഓക്കെ, ഒറിജിനൽ നെയിം എന്ന് പറയുന്നത് രാമചന്ദ്ര പാണ്ഡുരംഗ്. ഇനി ഈ ഞാൻ പറഞ്ഞു നാനാ സാഹിബിൻ്റെ സൈനിക മേധാവിയായിരുന്നു താന്തിയ തോപ്പി. ഇവർ രണ്ടുപേര് കൂടി, പ്രത്യേകിച്ച് നാനാ സാഹിബിൻ്റെ മുമ്പ് ചോദിക്കാറുണ്ട്, എവിടെയാണ് 1857 വിപ്ലവം എവിടെയാണ് നയിച്ചത്, കാൺപൂറിലാണ് കേട്ടോ. അത് കണ്ണ് നയനം എന്നുള്ള രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, ഒന്ന് കണക്ട് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കിട്ടും കണ്ണ് നയനം. സോ നാനാ സാഹിബ് 1857 വിപ്ലവം നയിച്ചത് എവിടെയാണ്, കാൺപൂറിലാണ്. അദ്ദേഹത്തിൻ്റെ സൈനിക മേധാവിയായിരുന്നു ആര്, ഈ താന്തിയ തോപ്പി എന്നുള്ളത്. ഓക്കെ, അത് ഓർത്തോക്കുക. എല്ലാം റിയൽ നെയിമും കൂടി ഓർത്തോക്കണം. ഇനി 2ാമത്തെ ക്വസ്റ്റ്യൻ, പുരാതന കാലത്ത് കേരളവുമായി യമന്മാർക്കും റോമന്മാർക്കും ഉണ്ടായിരുന്ന വാണിജ്യബന്ധത്തിൻ്റെ ശക്തമായ തെളിവുകൾ ഉദ്ഖനനത്തിലൂടെ ലഭിച്ച പ്രദേശം ഏതാണെന്നാണ്. അത് ഏകദേശം നിങ്ങൾക്ക് ആ ഒരു പേര് കിട്ടും, നമ്മൾ പഠിക്കാറുണ്ട്, പട്ടണം ഖനനം എന്നൊക്കെ എന്താണ് പഠിക്കാറുള്ളതാണ്. സോ പട്ടണം ഖനനമാണ് ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ്. ഇനി 3ാമത്തെ ക്വസ്റ്റ്യനിൽ പറയുകയാണെങ്കിൽ, ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഏതെന്നാണ്. ഇതൊക്കെ എത്രയോ പ്രാവശ്യം ഒത്തിരി റിപ്പീറ്റ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറയാറുണ്ട്, ആദ്യ എന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ പേര് അതിൽ തന്നെ കിട്ടും. ആന്ധ്രാപ്രദേശ് എന്നുള്ളത് എന്ത് ചെയ്യും, അവിടെ കിട്ടും. ഓക്കെ, 1953 കേട്ടോ ആന്ധ്ര സ്റ്റേറ്റ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആന്ധ്ര സ്റ്റേറ്റ് ഫോം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ശരിക്കും പഠിക്കാറുണ്ട്. അതായത് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ, അതായത് ഫസൽ അലിയുടെ അധ്യക്ഷതയിലാണ് എന്ത് ചെയ്യുന്നത്, 1953 ഒരു കമ്മീഷൻ വരുന്നത്, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ, അതായത് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ വരുന്നത്. അതിൽ അംഗങ്ങളൊക്കെ എടുത്ത് ചോദിക്കാറുണ്ട്. സർദാർ KM പണിക്കറും അതേപോലെ HN കുൻസ്രുവുമാണ് അതിലുണ്ടായിരുന്ന 2 മെമ്പേഴ്സ്. അതായത് ടോട്ടൽ 3 പേരാണുള്ളത്. സോ 1953 ആ 3 ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. 1953 ഈ 3 കൂട്ടിക്കഴിഞ്ഞാൽ 1956 ആയില്ലേ. 1956 എന്തുന്നത്, ഈ നിയമം വരുന്നത് അവരുടെ, അതായത് സംസ്ഥാന പുനഃസംഘടനാ നിയമം, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് വരുന്നത്. സോ ആ 3 ഓർത്ത് വെച്ചാൽ ഈ 3 കാര്യങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇവിടെ പഠിക്കാൻ പറ്റും. അതൊന്നുകൂടി ഓർത്ത് വെക്കാം, ആന്ധ്രാപ്രദേശ് മറന്നുകൊണ്ട്. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ എന്താ, ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം. ലോകാരോഗ്യ സംഘടന ആസ്ഥാനവും ഞാൻ പറയാറുണ്ട്, എന്താ, ആരോഗ്യം എന്നുള്ളത് ഏത് വേർഡുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ടിരിക്കുന്ന, ജീവൻ, ആരോഗ്യം ജീവൻ അല്ലേ, ജീവിതാരോഗ്യം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ജനീവ എന്നുള്ളത് കിട്ടും.
ജനീവ, അത് നേരെ തിരിച്ചിട്ട് ജീവൻ എന്നായില്ലേ. സോ ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ജനീവയാണ്. ഇതും ഞാൻ പറയാറുണ്ട്, ഈ ആരോഗ്യമാണെങ്കിലും അതേപോലെ തൊഴിലാണെങ്കിലും ജീവിക്കാൻ വേണ്ട രണ്ട് കാര്യങ്ങളാണ്, അത് തൊഴിലും ആരോഗ്യവും. അപ്പോൾ സോ ആരോഗ്യ സംഘടനയുടെ ആസ്ഥാനവും ജനീവയാണ്. തൊഴിൽ സംഘടന നിങ്ങൾക്കറിയാം, തൊഴിൽ സംഘടന ഏതാ? ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനാണ്. അതിൻ്റെ ആസ്ഥാനവും എവിടെ തന്നെയാണ്? ജനീവയിൽ തന്നെയാണ്. ഇനി നമുക്ക് ആസ്ഥാനം പറയുകയാണെങ്കിൽ യുനെസ്കോ എവിടെയാണ്? യുനെസ്കോ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒന്നാണ് യുനെസ്കോ പാരീസാണ്. യുനെസ്കോയുടെ ആസ്ഥാനം ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് പാരീസ്. മറന്നുകൊണ്ട, ഫ്രാൻസിലുള്ള പാരീസ് തന്നെ എടുത്ത് ചോദിക്കാറുണ്ട്. ഇനി ഇതിൽ ക്യാഷ് എന്ന് ഓർത്ത് വെച്ചാൽ വാഷിങ്ടൺ. സോ ക്യാഷ് എന്നുള്ള വാക്കും വാഷ് എന്നുള്ള ഒരു ടോണിൽ വരുന്നുണ്ടല്ലോ. സോ വാഷിങ്ടൺ DC രണ്ടെണ്ണത്തിൻ്റെ ആസ്ഥാനമായിട്ട് വരുന്നുണ്ട്. ഏതാ? വേൾഡ് ബാങ്കും അതേപോലെ IMF രണ്ടും പണമിടപാട് നടത്തുന്ന ഒരു ഓർഗനൈസേഷനാണ്. വേൾഡ് ബാങ്ക് ആണെങ്കിലും IMF ആണെങ്കിലും. സോ ലോക ബാങ്കിൻ്റെ ആസ്ഥാനവും അതേപോലെ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ ആസ്ഥാനവും ഇവിടെ തന്നെയാണ്, വാഷിങ്ടൺ DC-യിലാണ്. ഓക്കെ, ഇതൊക്കെ കണക്ട് ചെയ്തിട്ട് എപ്പോഴും കണക്ട് ചെയ്ത് പഠിക്കാൻ എന്തെങ്കിലും ഒരു കോഡ് അതിൽ കാണും കേട്ടോ. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് DC എന്നുള്ള DD എന്നാക്കിയാൽ മതി. നമ്മൾ DD മാറാനൊക്കെ എവിടെ പോകുന്നത്? ബാങ്കിലല്ലേ. സോ വാഷിങ്ടൺ DD എന്നോർത്ത് വെച്ചാൽ വേൾഡ് ബാങ്കിൻ്റെ ആസ്ഥാനം അവിടെയാണ്, IMFൻ്റെ ആസ്ഥാനം അവിടെയാണെന്നുള്ളത് എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് നോക്കാം. ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ജനീവയാണ്. ആ സ്ഥാപിതമായ ഇയർ കൂടി ഓർത്ത് വെച്ചോ, 1919 എന്ത് ചെയ്യുന്നത്, സ്ഥാപിതമായത്. ഇനി അടുത്തത് 5ാമത്തെ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചതാണ്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ എനിക്ക് തോന്നുന്നത് ഈ രീതിയിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്. അതായത് ശരിയായ ക്രമത്തിൽ എഴുതാൻ വേണ്ടിയിട്ട്. ഗാന്ധിജി നയിച്ച സമരങ്ങളാണ് താഴെ നൽകിയിരിക്കുന്നത്. ഇവയെ ശരിയായ ക്രമത്തിൽ തിരഞ്ഞെടുക്കാനാണ്. സോ ഇതിൽ ആദ്യം നടക്കുന്നത് എവിടെയാണ്? 1917 ചമ്പാരൻ. അപ്പോൾ 3 ഫസ്റ്റ്. അതിനുശേഷം 1918 എന്ത് നടക്കും? ഗേദ സത്യാഗ്രഹം നടക്കും. പിന്നെ അതിനുശേഷം നിസ്സഹകരണ പ്രസ്ഥാനം 1920. അതേപോലെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം 1930. ഓക്കെ, അപ്പോൾ ഓർഡർ വരുന്നത് എങ്ങനെയാണ്? 3, 2, 1, 4 അല്ലേ. ഓപ്ഷൻ A ആണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. സോ ചമ്പാരൻ സത്യാഗ്രഹം 1917 ഓർത്തോക്കണേ. ചമ്പാരനിൽ ആ സ്റ്റേറ്റിൻ്റെ പേര് കൂടി ഓർത്തോക്കണം. ബിരിയാണി ചെമ്പ് എന്ന് ഓർത്ത് വെച്ചാൽ തന്നെ ക്ലിയർ ആവും. ബീഹാർ ബിരിയാണി ചെമ്പ് എന്നുള്ളത് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഫസ്റ്റ് സത്യാഗ്രഹമാണ് ഇത്, ഈ ചമ്പാരൻ സത്യാഗ്രഹം. ഇനി 1918 ഗേദ സത്യാഗ്രഹം നടക്കുന്നത്. ഓർത്തോക്കുക, ഇയർ ഓർത്തോക്കുക. അത് ഗേദ ഒരു കർഷക സമരമായിരുന്നു. ഒക്കെ കുറച്ച് ഡീപ്പായിട്ട് പഠിക്കാനുണ്ട് കേട്ടോ, ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ട് പോവാണ്. എന്തായാലും നിസ്സഹകരണ പ്രസ്ഥാനം 1920. ഇതിനൊരു പ്രത്യേകത എന്താ? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം കേട്ടോ. INC-യിലേക്ക് ഗാന്ധിജി വന്നിട്ട് നടത്തുന്ന ആദ്യത്തെ സമരമാണ് ഇത്, ദേശീയ പ്രക്ഷോഭമാണ് ഇത്, നിസ്സഹകരണ പ്രസ്ഥാനം 1920. നിങ്ങൾക്കറിയാം നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാനുണ്ടായ കാരണം ചൗരി ചൗര സ്ഥിരമായിട്ട് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതേപോലെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം 1930 ദണ്ഡി മാർച്ചൊക്കെ അതിനോടനുബന്ധിച്ച് ദണ്ഡി മാർച്ചൊക്കെ നടക്കുന്നുണ്ട്. സോ ആ ഒരു ഇയറും കൂടി എന്ത് ചെയ്യണം, ഓർത്തോക്കണം. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ. ഈ 6ാമത്തെ ക്വസ്റ്റ്യനാണ് ഞാൻ പറഞ്ഞില്ലേ കുറച്ചൊരു റെയറായിട്ട് ഒന്ന് എടുത്ത് ചോദിച്ചത്. എന്താണെന്ന് വെച്ചാൽ 2023 150ാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണെന്നുള്ള. അപ്പോൾ 150 ആഘോഷിക്കണമെങ്കിൽ അദ്ദേഹം ജനിച്ചത് 2023 എത്ര കുറച്ചാൽ മതി? 150 കുറച്ച് നോക്കുക. 150 കുറച്ച് 1973 എന്നാണ് കിട്ടുക. സോ 1973 എന്താ ജനിച്ച 1873 കേട്ടോ, സോറി 1873 ജനിച്ച ആ ഒരു നവോത്ഥാന നായകൻ ആരാണെന്നുള്ളത് കിട്ടണം. എന്തായാലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കാം. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ആൾ. 1873. ഓക്കെ, ഇനി വക്കം അബ്ദുൽ ഖാദർ മൗലവിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ചോദിക്കുകയാണെങ്കിൽ കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവാണ് ആര്? വക്കം അബ്ദുൽ ഖാദർ മൗലവി, സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഇനി അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭയുടെ സ്ഥാപകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ കേട്ടോ, എഡിറ്റർ അല്ലേ, എഡിറ്റർ വേറെ ആളാണ്, എഡിറ്റർ ആണ് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇദ്ദേഹത്തുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ എപ്പോഴും തെറ്റിപ്പോകുന്ന, അതായത് നമ്മളൊരിക്കലും ഒരു കൺഫ്യൂഷൻ വരുന്ന ഒരു ഭാഗമാണ് ഇത്. ധർമ്മപോഷിണി സഭ സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് കേട്ടോ. കാരണം ധർമ്മപോഷിണി എന്നൊക്കെ ഒരു മലയാള ടേം ആകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ അധിക ടേമുകൾ അറബിയിലാണ് കുറച്ചൊക്കെ വരുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മാഗസിൻസ് നോക്കി നിങ്ങൾ, മാഗസിൻസ് നോക്കുമ്പോൾ 2 മാഗസിൻ മുസ്ലിമും അൽ ഇസ്ലാമും എന്താണ്, ഇത് രണ്ടും അറബി പേരാണല്ലേ. പക്ഷേ ദീപിക എന്നുള്ളൊരു മാഗസിൻ ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് എടുത്ത് ചോദിക്കാറുണ്ട്, ദീപിക മാഗസിൻ ആരുടേതാണെന്നുള്ള. വക്കം അബ്ദുൽ ഖാദർ മൗലവിയായിട്ടാണ്. കാരണം ഇത് എടുത്ത് ചോദിക്കുമ്പോൾ കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്യും, കൺഫ്യൂഷൻ ആവും, ദീപിക അദ്ദേഹത്തിൻ്റെ ആണോ അല്ലയോ എന്നുള്ളത്. അതേപോലെ ധർമ്മപോഷിണി സഭയും ആരുടെ തന്നെയാണ്
വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ തന്നെ. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഭൂവൽക്കത്തെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായിട്ടുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം നമുക്ക്. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള ശിലാനിർമ്മിതമായ കട്ടിയുള്ള ഭാഗമാണ് ഭൂവൽക്കം. ഫസ്റ്റ് ഭൂവൽക്കത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് പഠിക്കുന്ന ഭാഗം ഇതാണ്, ഏറ്റവും പുറമേയുള്ള ഭാഗമാണെന്നുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനോ, സമുദ്രതട ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കത്തെ അപേക്ഷിച്ച് കനം കുറവാണ്. ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഇത് നമ്മൾ അതിൽ പഠിക്കുന്നുണ്ട്. റാങ്ക് ഫയൽ ഏത് റാങ്ക് ഫയൽ എടുത്താലും നിങ്ങൾക്കത് കാണാം. മൂന്നാമത്തെ, ഹിമാലയൻ പർവ്വത മേഖലകളിൽ ഭൂവൽക്കത്തിന് കനം വളരെ കുറവാണ്. ഇത് സ്റ്റേറ്റ്മെൻറ്റ് ശരിയല്ല. അതായത് ഇതിൽ 1-2 സ്റ്റേറ്റ്മെൻറ്റ് മാത്രം, ഓപ്ഷൻ ബി ആണ് വരിക. 1-2 സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ശരിയായിട്ടുള്ളൂ. ഇനി ഇതിൽ നമുക്ക് ഭൂവൽക്കത്തെക്കുറിച്ച് പറയുമ്പോൾ സിലിക്ക, അലൂമിന എന്നീ ധാതുക്കൾ മുഖ്യമായി അടങ്ങിയിരിക്കുന്നതിനാൽ ഈ വൻകര ഭൂകൽപ്പം അറിയപ്പെടുന്ന ഒരു പേരുണ്ട്. ഓക്കെ, സിയാൽ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സിയാൽ എന്നാണ് എന്ത് വൻകര ഭൂവൽക്കം അറിയപ്പെടുക. അതേപോലെ എന്തായിരിക്കും സമുദ്ര ഭൂവൽക്കം അറിയപ്പെടുന്ന പേരെന്തായിരിക്കും? സീമ. ഓക്കെ, സമുദ്ര ഭൂവൽക്കം അറിയപ്പെടുന്ന പേരാണ് സീമ. അതായത് സിലിക്കൺ അതേപോലെ മഗ്നീഷ്യം എന്നീ ധാതുക്കളാണ് മിക്കവാറും അടങ്ങിയിരിക്കുന്നത്. ഇത് രണ്ടിനെ വേർതിരിക്കുന്ന ഒരു വിച്ഛിന്നത ഉണ്ട്. പ്രത്യേകിച്ച് വിച്ഛിന്നത ഇടയ്ക്കൊക്കെ ചോദിക്കാറുണ്ട്. കോൺട്രാഡ് വിച്ഛിന്നത, അതായത് സീമയെയും സിയാലിനെയും തമ്മിൽ വേർതിരിക്കുന്ന ആ ഒരു ഭാഗത്തെ പറയുന്നതാണ് കോൺട്രാഡ് വിച്ഛിന്നത. വൻകരയേക്കാൾ സാന്ദ്രത കൂടുതൽ കടൽത്തറക്കാണേ. ഇത് സാന്ദ്രതയാണ്. നേരത്തെ എന്തായിരുന്നു പറഞ്ഞത്? നേരത്തെ വിസ്തീർണത്തിൻ്റെ കേസാണ് പറഞ്ഞത്. ഓക്കെ, സമുദ്രതട ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കത്തെ അപേക്ഷിച്ച് കനം എന്ന് പറയുന്നത് കട്ടി, ഡെപ്ത്, ആ ഒരു രീതിയിലാണ് പറയുന്നത്. പക്ഷേ ഇതെന്താ പറയുന്നത്? വൻകരയേക്കാൾ സാന്ദ്രത കൂടുതൽ കടൽത്തറക്കാണ് കേട്ടോ. അത് നിങ്ങൾക്ക് എങ്ങനെ ഓർത്തൊക്കാൻ അറിയാം. ഒരു ട്രിക്ക് ഉണ്ട്. പ്രത്യേകിച്ച് ഉപ്പൊക്കെ കൂടുമ്പോൾ സാന്ദ്രത കൂടുന്നുള്ളത് എന്ത് ചെയ്താൽ മതി? അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ കടൽത്തറക്കാണ് സാന്ദ്രത കൂടുതൽ എന്നുള്ള ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടിക്കോളും. ജസ്റ്റ് ഒന്ന് ഓർത്തോക്കാനുള്ള ഒരു ടിപ്പ് മാത്രമാണ്. എട്ടാമത്തെ ക്വസ്റ്റ്യനോ, തിരമാലകൾ എന്നാൽ. നോക്കിയേ, തിരമാലകൾ എന്നാൽ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ജലത്തിൻ്റെ ചലനം. ഇതിൽ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ഏതാണെന്നാണ് ചോദിക്കുന്നത്. ജലത്തിൻ്റെ ചലനം മാത്രമല്ല, സമുദ്രോപരിതലത്തിലൂടെയുള്ള ഊർജത്തിൻ്റെ പ്രവാഹമാണ് ഇത് തിരമാല എന്ന് പറയുന്നത്. ഓക്കെ, തിരമാലയും വേലിയും തമ്മിൽ എന്ത് ചെയ്യരുത്? മാറിപ്പോയത്. കാരണം ഇതിലെ സ്റ്റേറ്റ്മെൻറ്റ് 3 നോക്കി നിങ്ങൾ. ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും ഗുരുത്വാകർഷണ ബലം മൂലം സമുദ്രജലത്തിനുണ്ടാകുന്ന ചലനം അത് തിരമാലയല്ല, അത് വേലികളാണ്. ഓക്കെ, അത് മാറിപ്പോയരുതേ. വേലിയാണ്. വേലിയേറ്റം, വേലി ഇറക്കമൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. സോ ഇതിൻ്റെ ആൻസർ എന്നാണ് ഓപ്ഷൻ 2 സ്റ്റേറ്റ്മെൻറ്റ് 2 ഓപ്ഷൻ സി ആണ്. സമുദ്രോപരിതലത്തിലുള്ള ഊർജ്ജത്തിൻ്റെ പ്രവാഹമാണ് ഇത് തിരമാല. അതായത് വേവ്സ് എന്ന് പറയുന്നത് എന്താ? സമുദ്രജല ഉപരിതലത്തിൻ്റെ നിമ്നോന്ന രൂപത്തിലുള്ള ചലനം എന്ന് ചോദിച്ചാലും, നിമ്നോന്ന രൂപത്തിലുള്ള ഇങ്ങനെയുള്ളൊരു ചലനം, അതാണ് സമുദ്രജല ഉപരിതലത്തിൻ്റെ നിമ്നോന്നത രൂപത്തിലുള്ള ചലനം എന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ്, ഈ തിരമാലയാണ്. തിരമാല ഉണ്ടാകാനുള്ള കാരണം ഓൾറെഡി പറഞ്ഞല്ലോ. കാറ്റുകൾ സമുദ്രജല ഉപരിതലത്തിൽ ഏൽപ്പിക്കുന്ന ഘർഷണമാണ് എന്ത്? ഈ തിരമാല ഉണ്ടാകാനുള്ള കാരണം. അതുകൊണ്ട് തന്നെ ഈ കാറ്റിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഊർജ്ജത്തിൻ്റെ പ്രവാഹമാണ് ഏത്? തിരമാല എന്നുള്ളത്. ഇനി വേലി അല്ലെങ്കിൽ ടൈഡ് നടന്ന വേറെ തന്നെയാണ്. അതായത് നിശ്ചിത സമയം ഇടപെട്ട് സമുദ്രജലപ്പിനുണ്ടായിരിക്കുന്ന ഉയർച്ചയും താഴ്ചയുമാണ് ഇത് വേലികൾ എന്ന് പറയുന്നത്. ഓക്കെ, വേലിയിറക്കം, വേലിയേറ്റം എന്നൊക്കെ ഉള്ളത്. വേലിയുടെ കാരണമാണ് ഇത് സണ്ണും അതേപോലെ മൂണിൻ്റെയും എന്ത് നടന്നത്? ആ ഗുരുത്വാകർഷണം കൊണ്ടുണ്ടാകുന്നതാണ് ഈ വേലികൾ. അത് മറന്നു വേണ്ട. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ തീരസമതലങ്ങളെക്കുറിച്ചുള്ള തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചത്. സൂചന കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ സൂചന എന്താ? പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരസമതലം വീതി കുറവാണ്. ഓക്കെ, ഇത് എന്താ? തെറ്റല്ല. അതിൽ 9 നമ്മുടെ ആൻസർ വരുന്നത് എന്താ? 9 ആണ് ആൻസർ. അതായത് ഈ തെറ്റായ സൂചന എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് 1 ആണ്. പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരസമതലം എന്താണ്? വീതി കുറവാണെന്നുള്ളത് ഒരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. അതായത് തീരത്ത് വെച്ച് നോക്കുമ്പോൾ, തീരസമതലം വെച്ച് നോക്കുമ്പോൾ എന്താണ്? കിഴക്കൻ തീരസമതലം വലുതാണ് ശരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്താ? കിഴക്കൻ തീരസമതലത്തൊക്കെ ഈ ഹാർബറൊക്കെ ഉണ്ടാക്കാൻ എന്താണ് ബുദ്ധിമുട്ടാണ്. അത് ഞാൻ പറഞ്ഞുതരാം, അത് അങ്ങോട്ട് വരുന്നുണ്ട്. പിന്നെ 2 ഓപ്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് 2, 3 നോക്കി നിങ്ങൾ. ഇത് 2 ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഏത്? 2, 3 സ്റ്റേറ്റ്മെൻറ്റുകൾ. കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികൾ പൂർവ്വതീരങ്ങളിൽ വിശാലമായ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നുണ്ട്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അതേപോലെ താഴ്ന്നു പോയ സമതലങ്ങൾക്കുള്ള ഉദാഹരണമാണ് ഇത് പശ്ചിമ തീര സമതലങ്ങൾ. അതും ശരിയാണ്. അതായത് ഇന്ത്യയുടെ മാപ്പ് ഇങ്ങനെ വരക്കുവാണെങ്കിൽ ഇതിൽ ഈ ഭാഗത്തും നിങ്ങൾക്കറിയാം, ഈ ഭാഗത്തും എന്തുണ്ട്? ബീച്ച് അല്ലെങ്കിൽ തീരസമതലമാണ് ഈ 2 ഭാഗവും വരുന്നത്. അതിൽ ഇതാണ് ഏത്? പശ്ചിമ തീരസമതലം. നിങ്ങൾക്കറിയാം പശ്ചിമഘട്ടമൊക്കെ ഈ ഭാഗത്താണ് വരുന്നത്. അപ്പോൾ പശ്ചിമ തീരസമതലമാണ് ഈ ഭാഗത്ത് വരുന്നത്. അതേപോലെ ഇവിടെ വരുന്നത് ഏതാണ്? ഇവിടെ വരുന്നതാണ് കിഴക്കൻ തീരസമതലം. കിഴക്കൻ. ഓക്കെ, ഇത് 2 മാറിപ്പോയത്. ഇത് 2 ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് തന്നെ പഠിച്ചു നോക്കാൻ പറ്റും.
ഒന്ന് സുന്ദർബൻസ് മുതൽ കന്യാകുമാരി വരെ പൂർവ്വഘട്ടം, അതായത് ഇവിടെ സുന്ദർബൻസ് മുതൽ കന്യാകുമാരി വരെയുള്ളതാണ് ഇത് കിഴക്കൻ തീരം എന്ന് പറയുന്നത്. ഇനി ബംഗാൾ ഉൾക്കടലിനും ഇടയിലാണ് കിഴക്കൻ തീരപ്രദേശം, അതായത് അതിനെ പറയുന്ന ഒരു പേരാണ് ഇത് പൂർവ്വതീരം എന്നുള്ള പേര്. ഇനി കിഴക്കൻ തീരപ്രദേശം രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, കോറമണ്ടൽ തീരവും വടക്കൻ സിർക്കാരാസും. ഇത് ഇവിടെയാണ്, ഇവിടെ വെച്ചൊരു ഡിവിഷൻ നടക്കുന്നുണ്ട്. ഇതിൽ ആ താഴെ കിടക്കുന്നതാണ് ഏത് കോറമണ്ടൽ തീരവും അതേപോലെ മുകളിലുള്ളതാണ് ഏത് വടക്കൻ സിർക്കാസ്. റെഡി? ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊക്കെ ചോദിക്കാറുണ്ട്. ഒഡീഷയുടെ തീരപ്രദേശം ഉത്കൽ സമതലം എന്നാണ് അറിയപ്പെടുന്നത്. നിങ്ങൾക്കറിയാം, ഏകദേശം ആന്ധ്രാപ്രദേശ് കഴിഞ്ഞിട്ട് തൊട്ട് മുകളിലായിട്ട് ഇവിടെ എന്തെങ്കിലും ഒഡീഷ വരും. ആ ഒഡീഷയുടെ തീരപ്രദേശം അറിയപ്പെടുന്ന പേരാണിത് ഉത്കൽ കേട്ടോ. ഉത്കൽ ഇംഗ്ലീഷിലാണെങ്കിൽ ഇങ്ങനെയുണ്ട്, ഉത്കൽ പ്രദേശം. കിഴക്കൻ തീരസമതലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ തടാകമാണിത് ചിൽക്ക ലേക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പോയിൻ്റൊക്കെ കിഴക്കനായിട്ട് ബന്ധപ്പെട്ടാണ്. പശ്ചിമ തീരസമതലമായിട്ട് ഞാൻ ബന്ധപ്പെട്ടിട്ടുള്ളൊന്നും അങ്ങോട്ടേക്ക് പോയിട്ടില്ല. അത് നിങ്ങൾ പറയാൻ പഠിച്ചോണോ, ഇതൊക്കെ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ്. ഇനി പത്താമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. എന്തായാലും ഞാൻ ഇതിനെപ്പറ്റി ജസ്റ്റ് എന്താ പറയുക, എൽനിനോയുമായിട്ട് ബന്ധപ്പെട്ട പ്രതിഭാസമാണ് ചോദിക്കുന്നത്. അപ്പോൾ എൽനിനോ എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് ഓർത്തുക്കണം കേട്ടോ. എന്താണെന്നുള്ളത് ഇതാണ് അതിൻ്റെ എൽനിനോ. മധ്യ പസഫിക് സമുദ്രത്തിലെ ഉഷ്ണജലം സാവകാശം തെക്കേ അമേരിക്കൻ തീരത്തേക്ക് നീങ്ങുകയും തണുത്ത പെറൂവിയൻ പ്രവാഹങ്ങളെ തള്ളിമാറ്റുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഫലമായിട്ട് പെറുവിൻ്റെ തീരത്ത് ഉഷ്ണജലം എത്തുന്ന പ്രതിഭാസമാണ് ഏത് എൽനിനോ എന്നുള്ളത്. ഇതല്ലാതെ ലാനിന എന്നുള്ള വേറെ പ്രതിഭാസമുണ്ട്, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്തായാലും ഈ കാര്യങ്ങളൊന്നും ഓർത്ത് വെച്ചോ. പെറുവിൻ്റെ തീരത്ത് കേട്ടോ, പെറുവിൻ്റെ തീരത്ത് ഉഷ്ണജലത്തുന്ന പ്രതിഭാസമാണ് ഏത് എൽനിനോ. എന്തായാലും 10 ക്വസ്റ്റ്യനായി. ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഒന്ന് എടുത്തിട്ട് എന്ത് ചെയ്യാം, ഫുള്ളായിട്ടൊന്ന് ചെയ്ത് നോക്കട്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ താഴെ ഉണ്ട്, ഡിസ്ക്രിപ്ഷനിലുണ്ട്, അല്ലെങ്കിൽ ടെലഗ്രാമിലുണ്ട്, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താലും ഞാൻ അയച്ചു തരാം. ഓക്കെ, ഫുള്ളായിട്ടൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ബൈ.